കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 13-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു. ദൂതൻ അവനോട് പറഞ്ഞു, സഖറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, തിരുവചനത്തിൽ നാം കാണുന്നു, സക്കറിയ പുരോഹിതനും ഭാര്യ എലിസബത്തും പ്രായം കവിഞ്ഞവരായിരുന്നു. അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിച്ചിരുന്ന അവർക്ക് ഒരു പുത്രനെ നൽകുവാൻ വൈകിയതിന്റെ കാരണം ഏറ്റവും നല്ലത് നൽകുവാനാണ്, ആനന്ദവും സന്തുഷ്ടിയും നൽകുവാനാണ്, ദൈവഹിതം നിറവേറ്റാനാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവം ഉത്തരം നൽകുവാൻ വൈകുന്നെങ്കിൽ ഒന്നാമതായി നാം ദൈവത്തിന്റെ സമയം വരെ കാത്തിരിക്കണം. ദൈവം നല്ലത് മാത്രമേ നമുക്ക് നൽകുകയുള്ളൂ. അല്ലെങ്കിൽ നാം ശ്രദ്ധിക്കണം, ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടി തടഞ്ഞ ദുഷ്ടശക്തികൾ നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടി തടഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അന്ധകാര ശക്തികളുടെ ആധിപത്യത്തെ തകർത്തു മാറ്റുവാൻ ദൈവത്തിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. നാം അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുരാത്മാക്കളുടെ ആധിപത്യത്തെ നാം തിരിച്ചറിയണം. ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം നാം ആവശ്യപ്പെടണം. ഭയപ്പെടാതെ എഫെസോസുകാർക്ക് ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള ദൈവത്തിന്റെ സകല സംരക്ഷണവും ആയുധവും ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥനയോടെ നാം കാത്തിരിക്കണം. ദൈവഹിതത്തിനു വേണ്ടി കാത്തിരിക്കണം. നമ്മെ വഴി നടത്തുന്ന നമ്മുടെ കർത്താവായ യേശുവിന്റെ തിരുമുമ്പിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ നിന്ദിച്ചവരുടെ മുമ്പിൽ നമ്മെ മാനിച്ചു നടത്തുന്ന നമ്മുടെ കർത്താവ്, അവിടുന്ന് ഇന്നുമെന്നും നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. നമുക്ക് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാം. ഓ എൻ്റെ യേശുവേ, നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകൻ യേശുവല്ലയോ. നിന്നിച്ചോരുടെ മുൻപിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവം ഈ യേശുവല്ലയോ. ഹല്ലേലൂയ പാടി ജയം ഘോഷിക്കാം, ഹല്ലേലൂയ മറന്നാർത്തു പാടാം, എല്ലാ നാവും ചേർന്ന് ആഘോഷിക്കാം, വല്ലഭനെ എന്നും ആരാധിക്കാം. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകൻ യേശുവല്ലയോ. നിന്നിച്ചോരുടെ മുൻപിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവം ഈ യേശുവല്ലയോ. നമ്മുടെ കർത്താവായ യേശു നമ്മുടെ കൂടെയുള്ളപ്പോൾ സകല വിപത്തുകളിൽ നിന്നും അവിടുന്ന് നമ്മെ സംരക്ഷിക്കും. അവിടുന്ന് നമ്മെ തന്റെ കൺമണി പോലെ കാത്തുകൊള്ളും. നമുക്ക് വിശ്വാസത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലാം. നമ്മുടെ കർത്താവിന് നന്ദി പറയാം. നമുക്ക് അവിടത്തെ ആരാധിക്കാം. യേശുവേ, ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കൊതിച്ച ശത്രുക്കൾ ചിന്ന ഭിന്നമായി പോയി, കഷ്ടത വരുത്തുവാൻ ശ്രമിച്ച വിരോധികൾ കഷ്ടത്തിലായി പോയി. കർത്താവിൻ്റെ കൃപ കൂടെയുള്ളപ്പോൾ കൺമണി പോലവൻ കാത്തുകൊള്ളും. ആമേൻ. കർത്താവിൻ്റെ കൃപ കൂടെയുള്ളപ്പോൾ കൺമണി പോലവൻ കാത്തുകൊള്ളും. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകൻ യേശുവല്ലയോ. നിന്നിച്ചോരുടെ മുൻപിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവം യേശുവല്ലയോ. നമ്മുടെ ഏകാന്തതയിലും നമ്മുടെ നിന്ദ അവസ്ഥയിലും നമ്മെ സഹായിക്കുവാനായി നമ്മുടെ കർത്താവായ യേശു കടന്നു വരും.
പ്രത്യാശയോടെ അവിടുന്ന് നമ്മെ നയിക്കും. അവിടുന്ന് നമ്മെ മാനിക്കും. ഒട്ടക്കിണറിന്റെ ഏകാന്തതയിലും ഒട്ടിത്തകർന്നിടല്ലേ. ഒത്തിഫേറിൻ വീട്ടിൽ നിന്ദിതനായാലും നിരാശനായിടല്ലേ. പിന്നത്തേതിൽ ദൈവം മാനിച്ചിടും. ആമേൻ. ഫറവോനും നിന്നെ മാനിച്ചിടും. ഹല്ലേലൂയ. പിന്നത്തേതിൽ ദൈവം മാനിച്ചിടും. ഫറവോനും നിന്നെ മാനിച്ചിടും. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകൻ യേശു അല്ലയോ. നിന്ദിച്ചോരുടെ മുൻപിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവം ഈ യേശു അല്ലയോ. ഹല്ലേലൂയ പാടി ജയം ഘോഷിക്കാം. അല്ലലെല്ലാം മറന്നാർത്തു പാടാം. എല്ലാ നാവും ചേർന്ന് ആഘോഷിക്കാം. വല്ലഭനെ എന്നും ആരാധിക്കാം. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകൻ യേശു അല്ലയോ. നിന്ദിച്ചോരുടെ മുൻപിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവം ഈ യേശു അല്ലയോ. കർത്താവായ യേശുവിന്റെ സംരക്ഷണവും അനുഗ്രഹവും ഇന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന സകലർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.